ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തരി കാച്ചിയതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 250 മില്ലി പാലുണ്ടാവും. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ആദ്യം തന്നെ പാൽ സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ തരി എങ്ങനെ പെർഫെക്റ്റായിട്ട് കാച്ചാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. പാൽ ഞാൻ ചൂടാക്കി ആ ബൗളിലേക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് തരിയാണ്, അതായത് റവ. അതൊരു 50 ഗ്രാം അളവിൽ കൂടുതലുണ്ടാവും, ഒരു 60 ഗ്രാം ഉണ്ടാവും. അതൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതൊരു 4 പേർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള റവയാണ് കാണിക്കുന്നത്. അപ്പോൾ റവ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആ ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തരി കാച്ചാനായിട്ട് ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രം തീരെ എടുക്കുന്നില്ല, സ്റ്റീൽ പാത്രമാണ് എടുക്കേണ്ടത്. കാരണം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തരി കാച്ചരുത്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിലേക്ക് ഞാൻ ഒരു അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 350 ml വെള്ളം ഉണ്ടാവും. ഒരു 3 ഏലക്ക ചതച്ച് ചേർത്തു. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തു. ഉപ്പ് എന്തായാലും അല്പം ചേർക്കണം തരിക്ക്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ റവ എല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരണം. റവ നല്ലപോലെ വെന്ത് കഴിഞ്ഞാലാണ് നമുക്ക് തരി കാച്ചി കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവാതെ കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ശരിക്കും ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ടൈറ്റായിട്ട് തോന്നും, അതിൽ പഞ്ചസാരയും പാലും ഒഴിക്കുമ്പോൾ ശരിയാക്കിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച പാലും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളത് തന്നെയാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി തിളപ്പിക്കുക. ഇപ്പോൾ റവയൊക്കെ കറക്റ്റായിട്ട് ശരിക്കും ഒന്ന് വെന്തിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ മധുരം പോരാകുണ്ട് ഞാൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇതേ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തു. അപ്പോൾ മൊത്തം ഒരു 4 സ്പൂണ് പഞ്ചസാരയാണ്. ഒരുപാട് മധുരം ഇതിന് ആവശ്യമില്ല, ഒരു മിതമായ മധുരം, അല്പം ഉപ്പ് രസമാണ് ഈ തരിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ സൂപ്പർ തരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ പാകത്തിന് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഈ ലോ ഫ്ലെയിമിലൂടെ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതേപോലെ പൊടിയായി കട്ട് ചെയ്തും അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമ്മൾക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച്. അതൊന്ന് ചൂടായി ഒന്നുകൂടി ഒന്ന് മൂപ്പായതിന് ശേഷം മാത്രം നമ്മൾക്ക് അതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് ബ്രൗൺ നിറമാവുന്ന സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നേരിട്ട് തരിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം നല്ലപോലെ ചൂടായ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട, അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതിന് നല്ല പെർഫെക്റ്റ് കളറും കിട്ടും. അപ്പോൾ നമ്മളെ തരിയിലേക്ക് ഞാൻ വറുത്തിട്ട അണ്ടി, മുന്തിരി, തേങ്ങാക്കൊത്ത്, നെയ്യ് അടക്കം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ മധുരമൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ്സിലും ബൗളിലായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തരി കറക്റ്റ് പരുവത്തിൽ അവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്